ഓം നമോ നാരായണായ. ഓം കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. ഓം നമോ നാരായണായ രാമഭദ്രായ. ഓം നമോ നാരായണായ സീതാപതയേ നമോ നമഃ. ബഹുമാനരായ സജ്ജനങ്ങളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. രാമായണ മാസം രാമകഥാശ്രവണത്തിന് സദാ സജ്ജമായിരിക്കുന്ന ഒരു വേളയുടെ ആരംഭമാണ് ഇന്ന്. എന്തുകൊണ്ടാണ് ഈ രാമായണ മാസം എന്ന് കർക്കിടക മാസത്തെ പറയുന്നത്? കർക്കിടക മാസം എന്ന് പറയുന്നത് തന്നെ കർക്കിടക സംക്രമത്തോടെ കർക്കിടകം രാശിയിൽ സൂര്യൻ പ്രവേശിക്കുന്നു എന്ന സമയം മുതലാണ്. 31 ദിവസത്തിന് ശേഷം കർക്കിടകൻ രാശി പൂർണ്ണമായി വിട്ടൊഴിഞ്ഞ് ചിങ്ങൻ രാശിയിലേക്ക് സൂര്യൻ കടന്നു പോകുന്നതായി നമുക്ക് അനുഭവമാണ്. ആ പറയുന്ന മാസം, കർക്കിടക മാസം, ആകാശത്ത് മഴമേഘങ്ങൾ ഉരുണ്ടുകൂടി ശക്തമായ മഴ പെയ്യിച്ചുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് ഒരു ജോലിയും ചെയ്യാൻ കഴിയാത്ത വണ്ണമുള്ള ഇരുളടഞ്ഞ പ്രകൃതിയായി മാറുന്ന കാലമാണ്. വീട്ടിൽ വെറുതെ കുത്തിയിരിക്കേണ്ടി വരുന്ന അവസ്ഥ, ഒരു പ്രവൃത്തിയും ചെയ്യാൻ വെളിയിലേക്ക് ഇറങ്ങിപ്പോകാൻ കഴിയാൻ പറ്റാത്ത അവസ്ഥ. ഈ നിലയിൽ ദുർഭിക്ഷമായ ഒരു കാലഘട്ടം സൃഷ്ടിക്കുന്ന പ്രകൃതിയുടെ ഒരു വിനോദമാണ് ഈ കർക്കിടക മാസം എന്ന് പറയുന്നത്. ആ കർക്കിടകത്തിൽ കായചികിത്സ നടത്തി നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം സംരക്ഷിച്ചു നിർത്താൻ കഴിയുന്നു എന്നുള്ളത് നല്ല കാര്യമാണ്. എന്നാൽ നഷ്ടപ്പെട്ടു തുടങ്ങുന്ന നമ്മുടെ മാനസികാരോഗ്യത്തെ വീണ്ടെടുക്കാൻ എന്തു ചെയ്യും എന്നുള്ള ആലോചനയുടെ ഭാഗമായാണ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ കർക്കിടക മാസം രാമായണം പോലെയുള്ള പുണ്യകഥാശ്രവണമായാൽ എന്ത് എന്ന ആലോചനയിലൂടെ അവസാനം അധ്യാത്മരാമായണം കിളിപ്പാട്ട് തന്നെ ആകട്ടെ എന്നുള്ള തീരുമാനത്തിൽ നാം പാരായണം ചെയ്യാൻ തുടങ്ങിയത്. മുമ്പൊക്കെ എല്ലാ വീടുകളിലും രാമായണം ഉദയാസ്തമനം പാരായണം ചെയ്യുമായിരുന്നു. രാവിലെ 6 മണിക്ക് ആരംഭിച്ച് വൈകുന്നേരം 6 മണിക്ക് സമാപിക്കുന്ന രീതിയിലൊരു സംവിധാനക്രമം രാമായണ പാരായണത്തെ സംബന്ധിച്ച് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് അങ്ങനെയില്ല. പൂർണ്ണമായും നമ്മുടെ കുടുംബ അന്തരീക്ഷങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുപോയി എന്നാണ് നമുക്ക് പല കാരണങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ ഇടകിട്ടുന്നത്. എന്തായാലും സന്ധ്യാദീപം കൊളുത്തിയിട്ട് നാം രാമനാമം ജപിക്കും. രാമ 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 എന്നിങ്ങനെ ജപിക്കും. എല്ലാ ദോഷങ്ങളും ഒഴിഞ്ഞ് മുക്തി സിദ്ധിക്കാൻ പാകത്തിലുള്ള ഒരു ഭക്തിയിലേക്ക് മനസ്സിനെ ഒതുക്കി നിർത്തി ജീവിതത്തെ ആകെപ്പാടെ പ്രായോഗികവൽക്കരിച്ചുകൊണ്ടുള്ള മുമ്പോട്ടുള്ള സഞ്ചാരം സാധ്യമാക്കുന്നതിന് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ. എന്നാൽ ഈ രാമനാമം എന്ന ജപം, രാമശബ്ദത്തിൻ്റെ നിഷ്പാദനത്തെക്കുറിച്ച് കൂടി നമുക്ക് ധരിച്ചുകൊണ്ടാകുന്നതാണ് നല്ലത്. രമന്തേ യോഗിനോ രന്തേ സദാനന്ദേ ചിദാത്മനി ഇത് രാമപദേന അസൗ പരമാത്മാ അഭിധീയതേ രാക്ഷബ്ദ ഉച്ചാര മാത്രേണ നിര്യന്തി പാതകാ പുനഃപ്രവേശം ഭീത്യാദൗ മകാരസ്തു കവാടവത് എന്ന് രാമശബ്ദത്തിന് നിർവചനമുണ്ട്. യോഗിമാരുടെ മനസ്സിനെ സദാ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അഭിരമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശബ്ദം, സത്തായ ആനന്ദം ചിത്തിൽ നിറയ്ക്കാൻ കഴിയുന്ന ഒരു ശബ്ദം. ഈ രാമപദത്തിന് ഒരു സവിശേഷതയുണ്ട്. ര എന്നുള്ള അക്ഷരം ഉച്ചരിക്കുമ്പോൾ തന്നെ നിര്യന്തി പാതകാഹ, എല്ലാ പാതകങ്ങളും, നാം ചെയ്തു പോയിട്ടുള്ള എല്ലാ കുറ്റങ്ങളും കുറവുകളും എല്ലാം, പാപങ്ങളെല്ലാം നശിക്കുക എന്ന അർത്ഥം. ര എന്നുള്ള അക്ഷരം ഉച്ചരിച്ച് നോക്കിയാൽ നമുക്കറിയാം അത് എവിടെയും സ്പർശിക്കാതെ ഉരഞ്ഞു മാറുകയാണ്. സാധാരണ അക്ഷരങ്ങൾ ഉച്ചരിക്കും പോലെ അല്ല ആ രേഫം എന്ന അക്ഷരം ഉച്ചരിക്കുന്നത്, ര എന്നുള്ള അക്ഷരം ഉച്ചരിക്കുന്നത്. അതൊരു ഫ്രിക്ഷൻ ഉണ്ടായിട്ട്, ഒരു ഘർഷണം ഉണ്ടായിട്ട് ഉരഞ്ഞു മാറുന്നത് പോലെയാണ് അനുഭവം. ര എന്ന് പറഞ്ഞാൽ മതി, അറിയാം. അപ്പം രാശബ്ദ ഉച്ചാരം മാത്രമാണ് നിര്യന്തി പാതക. ഈ പാതകങ്ങൾ പുനഃപ്രവേശം ഭീത്യാദവും, വീണ്ടും കടന്നു കയറും എന്നുള്ള ഭീതി കൊണ്ട്, ഭയം കൊണ്ട്,
മകാരം കവാടമായി ഭവിക്കുന്നു. മ എന്നുള്ള അക്ഷരം ഓഷ്ടാധരങ്ങൾ മുട്ടിക്കാതെ ഒരിക്കലും മകാരം പറയാൻ പറ്റില്ല. മേൽചുണ്ടും കീഴ്ചുണ്ടും ഒരുപോലെ മുട്ടിച്ചാൽ മാത്രമേ മ എന്നുള്ള അക്ഷരം പറയാൻ കഴിയൂ. അതൊരു അടപ്പായിട്ട് മാറുന്നു എന്നാണ് ആചാര്യമതം. അപ്പോൾ രാക്ഷബ്ദ ഉച്ചാര മാത്രേണ നിര്യന്തി പാതകാഹ പുനഃപ്രവേശം ഭീത്യാദവും മകാരവസ്തു കവാടവച്ച്. അപ്പോൾ രാമശബ്ദത്തിൻ്റെ താല്പര്യം എന്താണ്? നമ്മുടെ പാപപങ്കിലമായ പ്രവൃത്തികൾക്കിടയിൽ നിന്ന് വീണ്ടും മനസ്സിനെ ഒരു പുനഃസംസ്കരണം നടത്തി ധർമാത്മകവും സത്യാത്മകവുമായ ഒരവസ്ഥയിലേക്ക് സംക്രമിപ്പിക്കാനുള്ള നമ്മുടെ ക്രിയാപരമായ ഒരു ശേഷി വികസിപ്പിക്കുകയാണ് രാമശബ്ദം എന്നതുകൊണ്ട് സാധ്യമാക്കുന്നത്. അതുകൊണ്ടാണ് രാമശബ്ദം പവിത്രമാകുന്നത്. ഋഗ്വേദത്തിൽ ഇന്ദ്രന് പര്യായമായി പറയുന്ന രാമശബ്ദത്തെ ദശരഥൻ്റെ മകനായ ആളിന് നൽകുകയായിരുന്നു ചെയ്തത് വസിഷ്ഠൻ. വസിഷ്ഠനാണ് നാമകരണം നടത്തുന്നത്, വസിഷ്ഠാചാര്യരാണ്. അപ്പോൾ ഇങ്ങനെയുള്ള രാമശബ്ദത്തിന് വളരെയധികം സിദ്ധികളുള്ളതായിട്ടാണ് കാണുന്നത്. കാരണം ഒന്ന് നശിക്കുക, പാപങ്ങൾ നശിക്കുക, പകരം അവിടെ പുണ്യങ്ങൾ സ്ഥാപിക്കപ്പെടുക, അല്ലെങ്കിൽ സൽപ്രവൃത്തികൾ സ്ഥാപിക്കപ്പെടുക, അല്ലെങ്കിൽ സുകർമ്മങ്ങൾ സ്ഥാപിക്കപ്പെടുക. ഈ ഒരു അവസ്ഥയുണ്ട് അതിന്. ആ രാമശബ്ദമാണ് നമുക്ക് പ്രധാനമായി സംസ്കാരത്തിൻ്റെ അംശമായി ചൂണ്ടിക്കാണിക്കപ്പെടാൻ സാധ്യതയുള്ള ഏറ്റവും പവിത്രമായ ശബ്ദവും. അല്ലാതെ ഒരു രാമകഥയുടെ രാമനും സീതയും അടങ്ങുന്ന ഒരു കൂട്ടം ആളുകൾ നടന്നു പഴകിയ വഴിയാണ് രാമായണമെന്ന് പൊതുവിൽ പറയുമെങ്കിലും അതിലൂടെ രൂപപ്പെട്ടും സങ്കല്പിക്കപ്പെട്ടും നമുക്ക് ലഭിക്കുന്ന ജീവിത ചിത്രം എന്താണ്? സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും സഹകരണത്തിൻ്റെയും ആത്മാർത്ഥതയുടെയും മറ്റു സദാചാര അവസ്ഥകളുടെയും മൂല്യവത്തായ ഒരു ലോകത്തെ ജീവിതത്തിൽ സൃഷ്ടിച്ചെടുത്ത് അതിനെ സംയുക്തവും സന്മാർഗനിരതവുമായ നിലയിൽ കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിൽ അതിനെ മാറ്റിയെടുക്കുക എന്നുള്ള വിശ്രതവും അതിദിവ്യവുമായ ഒരു സന്ദേശം രാമായണം പ്രസരിപ്പിക്കുന്നുണ്ട്. ആ പ്രസരിപ്പിക്കുന്നതിൻ്റെ അവസ്ഥ ഇന്ന് നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നാം രാമായണ മാസമായി ഈ കർക്കിടക മാസം തിരഞ്ഞെടുത്ത് എല്ലാവർക്കും സൗകര്യമായി വീട്ടിലിരുന്ന് ജപിക്കാൻ പാകത്തിൽ അത് സജ്ജമായിരിക്കുന്നത്. രാമനാമ ജപമാണ്. എന്താണ് ജപം? വെറുതെ ഒരു വാക്ക് വായിച്ചു എന്ന് കരുതി അത് ജപമാവില്ല. ജപമാകണമെങ്കിൽ ജന്മവിച്ഛേദോ ജകാര പകാര പാപനാശന ഇത് ജപ എന്നാണ്. ജ എന്നുള്ള അക്ഷരം എന്ന് പറയുന്നത് തന്നെ ജന്മവിച്ഛേദം വരുത്തുന്നതാണ്. ജന്മവിച്ഛേദം വന്നാൽ അതിൻ്റെ അർത്ഥം പുണ്യപൂർണമായ ഒരവസ്ഥയിലേക്ക് നാം സഫലപൂർണമായ ജീവിതമാക്കി മാറ്റി എന്നുള്ളതാണ്. ജന്മവിച്ഛേദോ ജകാര പകാര പാപനാശന. പ എന്നുള്ള അക്ഷരം പാപനാശനത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ജപിക്കാൻ ഉപയോഗിക്കുന്ന അക്ഷരകാലങ്ങളെ വാക്കുകളെ ആശയങ്ങളായും മനസ്സിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ സൂക്ഷിച്ച് ഉപയോഗിച്ച് സങ്കല്പിക്കേണ്ട ഒന്നാണ് ജപം എന്ന് വരുന്നു. അതുകൊണ്ടാണ് എല്ലാ ജപങ്ങളും സ്തോത്രങ്ങളുടെ സ്വഭാവത്തിലേക്ക് വരുന്നത്, സ്തുതികളായിട്ട് വരുന്നത്. രാമായണത്തിൽ നമ്മൾ ഒരുപാട് സ്തുതി രൂപങ്ങൾ കാണുന്നുണ്ട്. സ്തുതിക്കലാണ്, അല്ലാതെ നിന്ദിക്കുകയല്ല. അപ്പോൾ സ്തുതിക്കൽ എന്നുള്ളത് എല്ലാവർക്കും ഇഷ്ടമാണ്. ഒരുപക്ഷെ ഒരാൾക്ക് യോഗ്യത ഇല്ലെങ്കിൽ പോലും അയാൾക്ക് യോഗ്യത ആരോപിച്ചുകൊണ്ട് അയാൾ ഏറ്റവും നല്ല ആളാണെന്ന് പറയലാണല്ലോ നമ്മുടെ ഒരു പരിപാടി. അത് നല്ലതാണ്. പ്രസാദാത്മകമായ ജീവിതത്തിന് ദോഷങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നതിനേക്കാളും അയാളിൽ ഗുണങ്ങളുണ്ടെന്ന് വിശ്വസിപ്പിക്കാനും താല്പര്യപ്പെടുന്നതാണ് നല്ലത്. അപ്പോൾ ആ ഒരു നിലയിൽ രാമായണത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടി വരുമ്പോൾ ത്രേതായുഗത്തിലെ ധർമ്മസങ്കല്പത്തെക്കുറിച്ചാണ് നമ്മൾ അറിയേണ്ടത്. കൃതത്രേത ദ്വാപര കലി എന്ന് 4 യുഗങ്ങളുണ്ട്. കൃതയുഗമെന്നും ത്രേതായുഗമെന്നും ദ്വാപര യുഗമെന്നും കലിയുഗമെന്നും. ഭാരതീയമായ കാലഗണനാ സമ്പ്രദായത്തിലെ ഏറ്റവും വിശിഷ്ടമായ ഒരു കൽപ്പനയാണ് ഈ 4 കാര്യങ്ങൾ. അപ്പോൾ ഈ രീതിയിലൂടെയാണ് നമ്മൾ പോകുന്നത്. കൃതയുഗം തപസ്സിൻ്റെ യുഗമാണ്. കൃതത്രേത ദ്വാപര. ത്രേത എന്ന് പറഞ്ഞാൽ ദാക്ഷിണാഗ്നി, ആഹവനീയാഗ്നി തുടങ്ങിയുള്ള 3 തരം അഗ്നികളെ ആധാനം ചെയ്തുകൊണ്ട് തപശ്ചര്യ സത്യയുഗമായിട്ട് തന്നെ കൊണ്ടുപോവുകയാണ്. സത്യയുഗത്തിൻ്റെ പിന്തുടർച്ചയായി കൊണ്ടുപോവുകയാണ്. ദ്വാപരയുഗം വരുമ്പോൾ ഏതാണ് ധർമ്മം ഏതാണ് അധർമ്മം എന്നറിയാൻ പറ്റാതെ പോകുന്ന അവസ്ഥയാണ്. സത്യമേത് അസത്യമേത്, ധർമ്മമേത് അധർമ്മമേത്, സദ്വാസന ഏത് അസദ്വാസന ഏത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ. അതാണ് ദ്വാപരം. അപരമാണ് ദ്വാപരം. അതാണ് കൃഷ്ണന്റെ കാലം. ത്രേതായുഗത്തിലെ ധർമ്മസങ്കല്പം അങ്ങനെ ആയിരുന്നില്ല. ചാതുർവർണ്ണത്തിൻ്റെ അല്ലെങ്കിൽ 4
വർണ്ണാശ്രമ ധർമ്മങ്ങളിലെ 4 കാര്യങ്ങളെ സംബന്ധിച്ചുമുള്ള ചില തീരുമാനങ്ങൾക്കും ചില അടിസ്ഥാനപരമായ വ്യത്യാസങ്ങൾ മറ്റു യുഗങ്ങളെ അപേക്ഷിച്ച് ത്രേതായുഗത്തിൽ ആരോപിക്കാൻ സാധിക്കുന്നതാണ് നമുക്ക്. അത് സൂര്യവംശത്തിലൂടെയാണ് വെളിപ്പെടുന്നത്. സൂര്യവംശമെന്നും ചന്ദ്രവംശമെന്നും നമുക്ക് 2 വംശങ്ങളാണ് പ്രധാനമായിട്ടും ഭാരതീയ സംസ്കൃതിയിലുള്ളത്. ആ സൂര്യവംശം എന്ന് പറയും സൂര്യൻ എന്ന് പറയുന്ന ആ പ്രകാശ ഭർത്താവായ സങ്കേതത്തെ ഒരു വംശാവലിയുടെ ആദിനാമമായി സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണമെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം എന്തായിരിക്കും, അതുകൊണ്ട് സ്ഥാപിച്ചെടുത്ത സാംസ്കാരിക സത്ത എന്തായിരിക്കും എന്നാണ് നാം ആലോചിച്ച് അത്ഭുതപ്പെടാൻ ഇടയുള്ള കാര്യം. വൈവസ്വതോ മനോർനാമ മനനീയോ മനീഷിണാം ആസിൻ മഹിക്ഷിതാമാദ്യ പ്രണവച്ഛദസാവിവ എന്ന് പറയും. വിവസ്വാൻ അല്ലെങ്കിൽ സൂര്യൻ്റെ പുത്രനായിട്ട് വൈവസ്വതോ സൂര്യൻ്റെ പുത്രൻ എന്നർത്ഥം. വിവസ്വാൻ സൂര്യൻ്റെ മകൻ എന്നർത്ഥം, സൂര്യൻ്റെ സന്താനങ്ങൾ എന്നർത്ഥം. അതാണ് സൂര്യവംശത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പറയുന്നത്. വൈവസ്വതോ മനുർനാമ മനു എന്നു പേരുള്ള ഒരു രാജാവുണ്ടായി. അതിൽ നിന്നാണ് പിൽക്കാല 19ഓളം വംശങ്ങളിൽ തലമുറകളിൽ നീണ്ടു നിൽക്കുന്ന ഒരു വംശമായി അത് മാറിയത്. അതിൽ വിശിഷ്ടരായ എത്രയോ രാജാക്കന്മാരുണ്ടായിരുന്നു. ധർമാതൃതവും പ്രജാക്ഷേമൈക നിരതവുമായ, പ്രജകളുടെ ക്ഷേമം മാത്രം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ ശ്രദ്ധാലുക്കളായ മഹാരാജാക്കന്മാരായിരുന്നു ഉണ്ടായിരുന്നത്. എന്ന് മാത്രമല്ല, അവർ പ്രജാനാം വിനയാധാനാത് രക്ഷണാത് ഭരണാതവി സ പിതരസ്താഹം താസാം കേവലം ജന്മഹേതവ എന്ന് പറയും കാളിദാസൻ രഘുവംശത്തിൽ. പ്രജകളുടെ അച്ഛനായിട്ട് തന്നെയാണ് രാജാവ് വർത്തിച്ചിരുന്നതെന്ന് അർത്ഥം. ജന്മം തരുന്ന ആളുകൾ മാത്രമാണ് അച്ഛനെന്ന് വിചാരിച്ചിരുന്ന കാലത്ത് ആ ജീവിതത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ രാജാവ് സദാ സന്നദ്ധനായിരുന്നു എന്നുള്ള കാഴ്ചപ്പാട് നമ്മുടെ രാജധർമ്മത്തിലെ പ്രധാനമായ ഒരു ഭാവമാണ്. അങ്ങനെയുള്ള രാജധർമ്മത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞുകൊണ്ടുള്ള ഒരു വംശാവലിയാണ് സൂര്യവംശം എന്ന് പറയുന്നത്. ആസിൻ മഹിക്ഷിതാം ആദ്യ പ്രണവഛന്ദസാവിവ, ആദിയിൽ പ്രണവമന്ത്രം ഉണ്ടായതുപോലെ എന്നും പുതുതായിരിക്കുന്ന മന്ത്രം ഏത്? അതാണ് പ്രണവം. പ്രകർഷണ നവം ഇതി പ്രണവം. എന്നും പുതിയതായിരിക്കുന്ന എന്തോ അതാണ് പ്രണവം, അതാണ് ഓങ്കാരം. അകാരം ഉകാരം അകാരം എന്ന് നമ്മൾ പറയും. യഥാർത്ഥത്തിൽ ആ ഉ മ് എന്ന് മാത്രമേ ഉള്ളൂ. സംസ്കൃതത്തിൻ്റെ സന്ധി നിയമങ്ങൾ ആലോചിക്കുമ്പോൾ ഓം എന്നുള്ള മകാരം അത് വിലയനത്തിൻ്റെതാണ്. അതാണ് സംഹാരം എന്ന് പറയുന്നത്. അത് മൂന്നും കൂടെ ചേർന്ന് വിലയിക്കുകയാണ്, എന്നാലേ ഓം എന്ന് വരൂ, അല്ലെങ്കിൽ ഓമ എന്നേ ആവത്തുള്ളൂ. ആ അധികം ഉ അധികം മ എന്ന് പറഞ്ഞാൽ ഓമ എന്നേ വരൂ. മ് എന്ന് അമാത്രകമായി നിൽക്കുമ്പോൾ മാത്രമേ ഓം എന്ന മന്ത്രമായിട്ട് അത് പ്രണവമായിട്ട് പരിവർത്തിക്കപ്പെടുന്നുള്ളൂ. അപ്പം ആ ഓം എന്നുള്ളതിൽ 3 ശക്തികൾ അടങ്ങിയിരിക്കുന്നു. എന്തൊക്കെ? സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നത്. ഉത്ഭവം, വളർച്ച, പിന്നെ അതിൻ്റെ വിലയനം. അതൊരിക്കലും ഇല്ലാതെയാവുകയല്ല, ഒരു വസ്തു അല്ലാതെയാവുകയാണ്. ഈ പ്രപഞ്ചത്തിൽ ഒരു വസ്തുവും ഇല്ലാതെയാകുന്നില്ല, അല്ലാതെയാകുന്നതേ ഉള്ളൂ. പ്രപഞ്ചഘടന അതാണ്. ഒരു വസ്തുവും ഇല്ലാതെയാവുന്നില്ല, അല്ലാതെയാവുന്നു എന്നുള്ളതാണ്. ഉദാഹരണം പറഞ്ഞാൽ, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ പേപ്പർ ആ കുട്ടി വലിച്ചു കയറുന്നത് അമ്മ കണ്ടിട്ട് അമ്മ പറഞ്ഞു, നീ ആ പേപ്പർ നശിപ്പിച്ച് കളഞ്ഞല്ലോ എന്ന് പറയും. എഴുതാൻ പാകത്തിൽ ബുക്കിലിരുന്ന പേപ്പർ അത് അല്ലാതായി മാറിയെന്നല്ലേ ഉള്ളൂ, വസ്തു ഇല്ലാതെ വന്നില്ല. നീ എന്തിനാണ് അവിടെ ചുരുട്ടി അവിടെ ഇട്ടത്, എടുത്തു കളയട എന്ന് പറയുന്നു. ചെറുക്കനാ ചുരുട്ടിയിട്ട പേപ്പർ അവിടെ നിന്ന് എടുത്ത് തീ കത്തിച്ചാൻ കളഞ്ഞു. തീ കത്തിച്ചാൽ ചാരമായിട്ടുണ്ട്, അവിടെ വസ്തു ഇല്ലാതെ വന്നില്ല. പ്രപഞ്ചത്തിൽ ഒരു വസ്തുവും ഇല്ലാതെ വരുന്നില്ല, അല്ലാതെ വരുന്നതേ ഉള്ളൂ. അപ്പോൾ ആ രൂപവ്യതിയാനത്തിൻ്റെ സ്വഭാവമാണ് വിലയനം എന്ന് പറയുന്നത്. ഉത്ഭവം, വളർച്ച അഥവാ നിലനിൽപ്പ്, പിന്നെ അതിൻ്റെ ഒടുക്കം, അവസാനം. ഈ രീതിയിലാണ് ഈ 3 കാര്യങ്ങളെയാണ് പ്രണവമന്ത്രത്തിൽ അത് ചേർത്ത് വച്ചിരിക്കുന്നത്. അങ്ങനെ പ്രണവമന്ത്രം എങ്ങനെ ഉണ്ടായോ അതുപോലെയാണ് മനുവിൻ്റെ മകനായിട്ട് പിന്നെ വരുന്ന രാജാക്കന്മാർ ഈ 19 തലമുറകളായിട്ട് ഈ സൂര്യവംശമായി നാം അറിയുന്ന വംശം. അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഏറ്റവും പവിത്രമായ ഭാവമാണ്. ഭാരതീയ സംസ്കൃതിയിലെ ഏറ്റവും സമ്പന്നവും ഏറ്റവും സുവിദിതവുമായ ഒരു വംശത്തിൻ്റെ കഥയാണ് സൂര്യവംശത്തിൻ്റെ പിന്നിലുള്ളത്. ആ സൂര്യവംശത്തിലെ അതിഖ്യാതനായ അതിപ്രശസ്തനായ രാജാവായിരുന്നു രാമൻ. എന്തുകൊണ്ട്? രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നാണ്. ധർമ്മത്തെ മുൻനിർത്തി മാത്രം ജീവിച്ച ആളാണ് അദ്ദേഹം. ഏത് ധർമ്മ സങ്കടങ്ങളുണ്ടായിട്ടും ആ സങ്കടക്കടലിൽ നിന്ന് മനസ്സിനെ ഒഴിച്ചെടുത്ത് സ്വധർമ്മ നിരതമായ അവസ്ഥയിലേക്ക് തൻ്റെ ശരീരത്തെയും തൻ്റെ കർമ്മത്തെയും മാറ്റിയെടുക്കാൻ ശ്രദ്ധിച്ച രാജാവാണ് അദ്ദേഹം. അതിലൂടെ സ്ഥാപിച്ചെടുത്ത ഏതെല്ലാം തരത്തിലുള്ള ധർമ്മങ്ങളാണ്. പ്രജാധർമ്മം എന്ന് പൊതുവെ നമ്മൾ പറയുമെങ്കിലും പിതൃധർമ്മം, മാതൃധർമ്മം, ഭാര്യാധർമ്മം, ഭ്രാതൃധർമ്മം, ഭ്രാതൃ സഹോദര ഭ്രാതൃധർമ്മം, സുഹൃദ്ധർമ്മം,
എന്ന് വേണ്ട, ധർമ്മത്തിന് ഏതെല്ലാം തരത്തിലുള്ള അംശങ്ങൾ കൽപ്പിക്കാമോ ആ രീതിയിലെല്ലാമുള്ള ധർമ്മത്തിൻ്റെ സകല ഭാവത്തെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ഭരണക്രമവും ജീവിതക്രമവുമാണ് രാമൻ മുമ്പോട്ട് നയിച്ചത് എന്നുള്ളത് വാൽമീകി ഉറക്കെ പറയുന്നു എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം തന്നെ രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് പറഞ്ഞത്. അത് വ്യാസന്റെ കാലത്ത് വന്നപ്പോൾ, ത്രേതായുഗത്തിൽ വന്നപ്പോഴോ അദ്ദേഹം പറഞ്ഞു ധർമ്മസ്യ ഗഹനാഗതി എന്നാണ് പറഞ്ഞത്. ധർമ്മത്തിൻ്റെ ഗതി വളരെ ഗഹനമാണ് എന്നാണ്. എന്താണ് കാരണം? ധർമ്മത്തിന് എപ്പോഴും അതിൻ്റെ പശ്ചാത്തലമായി ഒരുങ്ങി നിൽക്കേണ്ടത് എന്താണ്? സത്യം എന്നുള്ളതാണ്. ഭാഗവതം ആരംഭിക്കുന്നത് തന്നെ അതാണ്. സത്യം പരം ധീമഹി എന്നാണ്. സത്യം സദവസ്ഥയാണ്, ഉണ്മയുടെ അവസ്ഥയാണ്, ഉണ്ട് എന്നുള്ള അവസ്ഥയാണ്. ആ ഉണ്മയല്ലാതെ പ്രകൃതിയില്ല. ഉണ്മയിൽ മാത്രമാണ് പ്രകൃതി ഉള്ളത്. ആ ഉണ്മ മറഞ്ഞിരിക്കുന്നു എന്നുള്ള തോന്നൽ വരുമ്പോഴാണ് സാധാരണക്കാർ അതിനില്ല എന്ന് പറയുന്നത്. അല്ലാതെ ഉണ്മയ്ക്ക് മറ്റൊരു വശം പറയാനില്ല. ആ ഉണ്മയാണ് സത്യം. ആ സത്യത്തെ മുറുകെ പിടിച്ചാലേ ധർമ്മം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് രാമായണം ഇതിഹാസമാകുന്നത്. എന്താണ് ഇതിഹാസം എന്ന് പറഞ്ഞാൽ? ധർമ്മ അർത്ഥ കാമ മോക്ഷാണാം ഉപദേശ സമന്വിതം പൂർവവൃത്തം കഥായുക്തം ഇതിഹാസം പ്രചക്ഷതേ എന്നാണ്. ധർമ്മ അർത്ഥ കാമ മോക്ഷാണാം, ഈ 4 കാര്യങ്ങൾ, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഈ 4 കാര്യങ്ങളാണ്. ഇതിന് പുരുഷാർത്ഥങ്ങൾ എന്ന് പറയും, പരമപുരുഷാർത്ഥങ്ങൾ. വളരെ ശ്രദ്ധേയമായി നാം ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമാണ് ഈ പുരുഷാർത്ഥത്തെക്കുറിച്ചുള്ള ഭാരതീയ സങ്കല്പം. ഏത് കാലത്തെയും ഏത് ദേശത്തെയും ജീവിതത്തിന് അനുപേക്ഷണീയമായി സ്വീകരിക്കേണ്ടി വരുന്ന ധാർമ്മിക മനോഭാവത്തിൻ്റെ അടിസ്ഥാനം ഈ 4 കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ പരമപുരുഷാർത്ഥങ്ങൾ. ആ പുരുഷാർത്ഥങ്ങളെ വേണ്ടവണ്ണം കൈകാര്യം ചെയ്തതുകൊണ്ടാണ് രാമനെ പുരുഷോത്തമൻ എന്ന് പറയുന്നത്. പ്രസാദം വദനത്തിങ്കൽ കാരുണ്യം ദർശനത്തിലും മാധുര്യം വാക്കിലും ചേർന്നിരിക്കുന്നു ഈ പുരുഷോത്തമനായ രാമന്. അത് സാധിച്ചത് ഇതുകൊണ്ടാണ്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന് പറയുന്ന 4 കാര്യങ്ങൾ ജീവിതത്തിൻ്റെ അടിസ്ഥാനാംശമായി സ്വീകരിച്ചു എന്നുള്ളത് കൊണ്ടാണ്. എന്താണ് ഈ ധർമ്മം? ധാരയതേതി ധർമ്മ, ഏതാണ് ധർമ്മം എന്ന ശബ്ദത്തിനർത്ഥം? ധരിക്കുന്നു എന്നുള്ളതാണ്. നാം വസ്ത്രം അണിയുന്നത് പോലെ ജീവിതത്തിൽ എടുത്ത് അണിയേണ്ട ഒന്നാണ് ഇത്. ജീവിതത്തിൽ അണിയേണ്ട ഒരു ആദർശമാണ് ഈ ധർമ്മം എന്നത്. നമ്മുടെ ചിത്തവൃത്തി വിശേഷങ്ങളിൽ ഉണ്ടാകേണ്ട ഏറ്റവും സമുന്നതവും വളരെ സുശക്തവുമായ മൂല്യമാണ് ഈ ധർമ്മത്തിൻ്റേത്. അതാണ് ധരിക്കുക എന്നുള്ള താല്പര്യം. വ്യക്തിജീവിതത്തിലെ ഓരോ കർമ്മങ്ങളുണ്ട്. ഈ കർമ്മങ്ങൾ പരസ്പര ഹിതാനുവർത്തികളായിരിക്കണം. നമ്മുടെ ഓരോ പ്രവൃത്തികളും എങ്ങനെയായിരിക്കണം? സർവഭൂത ഹിതേരിതിയായിരിക്കണം, ഉള്ളതായിരിക്കണം. ഭൂതം എന്ന് പറയുന്ന ജീവജാലം, എല്ലാ ജീവജാലങ്ങൾക്കും രസ്യാത്മകമായ സന്തോഷകരമായ ഒരവസ്ഥ പ്രദാനം ചെയ്യുന്നതായിരിക്കണം അത്. അങ്ങനെ ആയിരുന്നാലേ നമ്മുടെ കർമ്മത്തിന് സാഫല്യമുള്ളൂ. കർമ്മം സ്വാർത്ഥമായിരിക്കരുത്, പരാർത്ഥം കൂടിയായിരിക്കണം. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത്, അവനവൻ ആചരിക്കുന്നവ അവനവന് സുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖത്തിനായി പറയണം. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ, സ്വന്തം സുഖത്തിനായി ഉപയോഗിക്കേണ്ടി വരുന്നവ അന്യന്റെ സുഖത്തെക്കുറിച്ച് ലക്ഷ്യമുള്ളതായിരിക്കണം. അത് ഉപനിഷത്തിൽ തൽപുരുഷ സന്ദധ്യാത് പ്രതികൂലം യഥാത്മന സംഗ്രഹേണ ധർമ്മസ്യാത് കാമത അന്യപ്രവർത്തത എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ വ്യാഖ്യാനമാണ്. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി പറയണം. നാരായണ ഗുരു അതാണ്. എൻ്റെ സുഖം നിന്റെയും കൂടെ സുഖമായിരിക്കണം. അതായത് പരസ്പര ഹിതാനുവർത്തിത്വമുള്ള ഒരു ജീവിത പദ്ധതിയാണ് നമുക്ക് സംസ്കാരപരമായി സൂക്ഷിക്കേണ്ടത്, ഉപയോഗിക്കേണ്ടത്. അതില്ലെങ്കിൽ ജീവിതം ആകെ നാശമായി പോകും, സ്വാർത്ഥമായി പോകുന്നത് ഉപദ്രവമാണ്. ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ കാണുന്നത് വ്യക്തിജീവിതത്തിലായാലും സമൂഹ ജീവിതത്തിലായാലും നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ്? സ്വാർത്ഥമായ നേട്ടങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള ജീവിതമാണ്. അവിടെ ഒരു മൂല്യങ്ങളും സംരക്ഷിക്കപ്പെടുന്നില്ല. എല്ലാ മൂല്യങ്ങളും അടിയോടെ അധപ്പതിച്ചു പോകുന്ന കാഴ്ചയാണ് നാം ഇന്ന് കാണുന്നത്. സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും അഹിംസയുടെയും ആയ സന്ദേശങ്ങളുണ്ടായിരുന്ന ഭാരതീയ സംസ്കൃതിയിൽ നിന്ന് ഹിംസാപ്രവണവും സ്വാർത്ഥപരവുമായ അവസ്ഥയിലേക്ക് ജീവിതം മാറിയിരിക്കുന്നു. അങ്ങനെ ദുരന്തപൂർണമായ ഒരവസ്ഥയിലേക്ക്, മൂല്യനഷ്ടങ്ങളുടെ ഒരു അന്തരാളഘട്ടത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഈ സമൂഹം എന്നുള്ളതാണ് ഈ പറയുന്ന ദിവ്യമായ കൃതികളുടെ പാരായണവും അതിൽ പറഞ്ഞിരിക്കുന്ന വസ്തുതകളുടെ സ്വീകരണവും ജീവിതത്തിന് അനുപേക്ഷണീയമായി വരുന്നത്. അതാണ് രാമകഥയുടെ പ്രസിദ്ധമായ മഹാത്മ്യമായി എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും അടിസ്ഥാന അംശങ്ങൾ പ്രഖ്യാപിച്ചും പ്രസ്താവിച്ചും നിൽക്കുന്ന ഒരു വലിയ ഒരു കാവ്യ സംസ്കാരമാണ് രാമായണം എന്ന് നമുക്ക് മുമ്പിൽ തുറന്നിടുന്നത്. ഇതിൻ്റെ ആരംഭം എവിടെയാണ്? ശ്രീ വാൽമീകിയിലാണ്.
രത്നാകരത്വത്തിൽ നിന്ന് വാൽമീകിത്വത്തിലേക്കുള്ള വ്യക്തിയുടെ വളരെ സമ്പൂർണമായ ഒരു ഉന്നതിയാണ് നാം അവിടെ കാണുന്നത്. വാത്മീകി എന്ന ആളുകൾ പറയും, തെറ്റാണ് വാക്ക്. വൽമീകം അഥവാ ചെതൽപുറ്റ് എന്ന് പറയുന്ന വാക്കിൽ നിന്ന് ജനിച്ചവൻ, അതാണ് വാൽമീകിയാണ് വാക്ക്. വൽമീകം എന്നാണ് അത്. ഇതിൻ്റെ മൗന വാത്മീകങ്ങൾ എന്നൊക്കെ ചലച്ചിത്രഗാനമൊക്കെ ഉണ്ട്. അത് വാത്മീകം എന്നൊരു വാക്കില്ല സംസ്കൃതത്തിൽ. വൽമീകവും വാൽമീകിയുമേ ഉള്ളൂ. അപ്പോൾ രത്നാകരത്വത്തിൽ നിന്ന് വാൽമീകിത്വത്തിലേക്കുള്ള മനുഷ്യത്വത്തിൻ്റെ ഉയർച്ചയാണ് നമ്മളവിടെ കാണുന്നത്. വളരെ സങ്കീർണമായ ഒരു ജീവിത പദ്ധതിയിലൂടെയാണ് ഈ രത്നാകരൻ കടന്നു വന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. പ്രാചേതസിൻ്റെ മകനായി ജനിച്ച രത്നാകരൻ ജീവിതവൃത്തി കൊണ്ട് കാട്ടാളത്വം സ്വീകരിച്ചു എന്നുള്ളതാണല്ലോ കഥ. എല്ലാവർക്കും അറിയുന്നതാണത്. എത്രയോ വർഷങ്ങളായി നമുക്കിടയിൽ പ്രചാരമുള്ള ഒരു കഥയാണ് ഈ വാൽമീകിയിലെ ഈ കാട്ടാളൻ്റെ കഥ വരുന്നത്. വാൽമീകിയുടെ ജീവിതത്തിലെ ഈ കാട്ടാളൻ്റെ കഥ എഴുത്തച്ഛനതിനെ വളരെ സുന്ദരമായി വരി പറയുന്നുണ്ട്. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുക എന്നേ വരൂ എന്ന് സ്വന്തം കർമ്മത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് അത് ഈ കാട്ടാളൻ്റെ പത്നിയുടെ വായിലൂടെയാണ് പുറത്തു വരുന്നത്. ഒരു നിഷാദ പത്നിയുടെ വായിലൂടെയാണ്, ആ ജിഹ്വയിലൂടെയാണ് ഈ സമുന്നതമായ ആദർശ സന്ദേശം പുറപ്പെടുന്നത് എന്നാലോചിക്കണം. വളരെ ശക്തിയുള്ള ഒരു കാര്യമാണത്. സ്വന്തം കർമ്മം എങ്ങനെയായിരിക്കണം, അതിൻ്റെ ഫലം ആരാണ് അനുഭവിക്കുക? അവനവൻ്റെ കർമ്മത്തിൻ്റെ ഫലം അവനവൻ തന്നെ അനുഭവിക്കണം. ഭഗവത്ഗീതയിൽ പറയും, കർമ്മണ്യേവ അധികാരസ്ഥ മാ ഫലേഷു കഥാചന മാ കർമ്മഫല ഹേതുർഭോർ മാതേ സങ്കുസ്തു അകർമ്മണി. അല്ലയോ മനുഷ്യ, നീ കർമ്മത്തിന് അധികാരിയാണ്, പക്ഷേ ആ കർമ്മങ്ങളുടെ ഫലം നീ ആഗ്രഹിക്കരുത്. നിനക്ക് ദുഃഖം ഉണ്ടാവും. കാരണം നീ ആഗ്രഹിക്കുന്ന മാതിരിയുള്ള ഫലം അതിന് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നിനക്ക് നിരാശയും ദുഃഖവും പരിഭവവും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് നീ ഫലം ആഗ്രഹിക്കാതെ കർമ്മം ചെയ്യണം. പക്ഷേ ഈ കർമ്മത്തിന് ഫലം ലഭിക്കുന്നില്ലല്ലോ എന്ന് കരുതി നീ കർമ്മം ചെയ്യാതെയും ഇരിക്കരുത് എന്നാണ് കർമ്മസിദ്ധാന്തം. ഭഗവത്ഗീതയിലെ കർമ്മയോഗത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഇത് വ്യാസന്റെ സ്വന്തമൊന്നുമല്ല. വ്യാസനാണല്ലോ 1.25 ലക്ഷം ശ്ലോകങ്ങളുള്ള മഹാഭാരതം എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കൃതിയുടെ മധ്യമണിയായി കൊരുത്തിട്ടിരിക്കുന്ന കൈവല്യ രുദ്രാക്ഷമാണ് ഭഗവത്ഗീത. ആ ഭഗവത്ഗീതയിലുള്ള 537 ശ്ലോകങ്ങളാണ്. 650 ശ്ലോകങ്ങളൊക്കെയാണ് പറയുമെങ്കിലും ഗീത ഉപദേശം എന്ന് പറയുന്ന 537 ശ്ലോകങ്ങളേ ഉള്ളൂ. ആ ശ്ലോകങ്ങളിലൂടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന തത്വസംഹിതകളെല്ലാം വാൽമീകിയുടെ രാമായണത്തിൽ പലയിടങ്ങളിലും ചിതറിക്കിടക്കുന്ന ആശയങ്ങളെ കൂടി സ്വീകരിച്ചുകൊണ്ടുള്ളതാണ്. അല്ല, വ്യാസന്റെ സ്വന്തമായിട്ടൊന്നുമല്ല അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ജീവിത പദ്ധതി, ക്രിയാത്മകമായ ജീവിത പദ്ധതിയുടെ വളരെ സവിശേഷമായ ഒരു സാധ്യത നമുക്ക് മുമ്പിൽ തുറന്നിടുന്ന കവി ആരെന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരവേ ഉള്ളൂ, വാൽമീകി. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ആദികവി എന്ന് വിളിച്ചത്. ആദികവിയാണ്. അതിന് കാരണം എന്താണ്? രത്നാകരത്വത്തിനിടെ ഈ ഭാര്യയുടെ വായിൽ നിന്ന് പുറപ്പെട്ട ഈ വാക്കിൻ്റെ അതിശക്തമായ ആ വായ്ത്തലയേറ്റ് മനസ്സ് മുറിഞ്ഞുപോയി വാൽമീകിക്ക്. വാക്കൊരായുധമാണ്. മഹാഭാരതം കളിപ്പാട്ടിൽ തന്നെ പറയും, കേട്ടുകൂടാത്ത വാക്കാം ആയുധം പ്രയോഗിക്കിൽ കർണങ്ങൾക്കകമ്പൊക്കെ പുണ്ണായാൽ അത് പിന്നെ പൂർണ്ണമായി ശമിക്കയില്ല ഒട്ടുനാൾ ചെന്നാൽ പോലും. വാക്കതുകൊണ്ട് ആയുധമാണ്, വായ്ത്തലയുള്ള ആയുധമാണ്. രത്നാകരൻ്റെ ഭാര്യയുടെ വായിൽ നിന്ന് വന്ന വാക്കാകുന്ന ആയുധമേറ്റ് മുറിപ്പെട്ട മനസ്സുമായിട്ട് രത്നാകരൻ പിന്നെ ആ ഗൃഹസ്ഥാശ്രമത്തിൽ ഒതുങ്ങി നിന്നില്ല. അതിന് കാരണക്കാർ സപ്തർഷികളായിരുന്നു എന്നാണ്. ആ സപ്തർഷികളുടെ നിർബന്ധപ്രകാരം സന്യസിക്കാൻ പോവുകയാണ്, ജപിക്കാൻ പോവുകയാണ്. 2 മരങ്ങൾക്കിടയിലിരുന്നു. 2 മരങ്ങൾക്കിടയിൽ അവർ പിടിച്ചിരുത്തിയിട്ട് അവിടെ നിന്ന് രാമരാമ ജപിക്കാനാണ് പറയുന്നത്. രാമരാമ എന്ന് പറയുന്ന വർണ്ണ വിപരിണാമം അവിടെ സാധ്യമാക്കിക്കൊണ്ട് ഈ രാമ എന്നുള്ളത് മര എന്നായിപ്പോയി. നമ്മളും അങ്ങനെയാണ്. ഒരു 10 പ്രാവശ്യം രാമരാമ പറഞ്ഞാൽ മര എന്നാവില്ലേ? ആ മര എന്ന് ജപിച്ചാൽ തന്നെ എന്താ കുഴപ്പം? വാൽമീകി ആയില്ലേ? രത്നാകരനെ വാൽമീകിയാക്കാൻ പോകുന്ന 2 അക്ഷരമാണ് ഈ മര. വളരെ ശക്തിയോടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അതിനകത്ത്. എന്താണ്? 2 വൃക്ഷങ്ങൾക്കിടയിലിരുന്നു, ആ മരവും ഈ മരവും. ആ മരത്തിൻ്റെ പൊത്തുകളിൽ പാമ്പിഴഞ്ഞേറുന്നു. മുകളിലുള്ള കോടലങ്ങളിൽ പൊത്തുകളിൽ പക്ഷികൾ കൂടുവയ്ക്കുന്നു. സന്ധിക്കും മറ്റും ഈ പക്ഷികൾ ചേക്കാരൻ അവിടെ വന്നുകൂടുന്നു. ആ ഇരുന്ന ചുറ്റുപാടുമുള്ള വനതല പ്രകൃതിയിൽ വൃക്ഷങ്ങളും സസ്യങ്ങളും ലതാ നികുഞ്ചങ്ങളും നിറഞ്ഞ ആ വനതല പ്രകൃതിക്കുള്ളിലൂടെ ഹിംസചിന്തകൾ അങ്ങോട്ടും ഇങ്ങോട്ടും. ചിലതിനെ ആക്രമിക്കുന്നു, ചിലത് സൗമ്യമായി കഴിയുന്നു. ആ വനതല പ്രകൃതിയിൽ വ്യത്യസ്തങ്ങളായ ജീവിതഭാവങ്ങളുടെ സങ്കീർണമായ അവസ്ഥകളെ അടുത്തറിയാനും പരിചയിക്കാനും ഈ രത്നാകരന് കഴിഞ്ഞുവെങ്കിൽ അതിനകത്തുകൂടെ രൂപപ്പെട്ട ജീവിതചിത്രം അദ്ദേഹം ഉൾക്കൊണ്ടു എന്ന് പഠിക്കാൻ കഴിയണം നമുക്ക്.
അങ്ങനെ പഠിച്ചറിഞ്ഞ ജീവിത ചിത്രമാണ് രാമായണത്തിലേക്ക് വഴിതെളിച്ച ഒരു പ്രജ്ഞ ഈ രത്നാകരൻ നൽകിയത് എന്ന് കാണാം. അല്ല വെറുതെ ആമരം ഈമരം എന്ന് മാത്രം ജപിക്കുകയായിരുന്നില്ല. ഇനി ശരീരത്തിൽ വ്യാപിച്ച ചുതൽപ്പുറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ശരീരത്തിൽ ചുതൽപ്പുറ്റ് കയറിയാൽ നമ്മുടെ ശരീരം നഷ്ടപ്പെട്ടു പോവില്ലേ? ചുതലങ്ങ് തിന്നു പോവില്ലേ? എന്തുകൊണ്ട് ഇയാളുടെ ശരീരം തിന്നില്ല ചുതൽ? മാത്രമല്ല, ശരീരത്തിൽ എങ്ങനെയാണ് ചുതൽ കയറാൻ കഴിയുന്നത്? ഇയാൾക്ക് സാധാരണ മനുഷ്യനാണല്ലോ, അയാളോടെ പോയിട്ട് നിത്യകർമ്മങ്ങൾക്ക് എഴുന്നേറ്റ് പോകണ്ടേ? ഒന്നും രണ്ടും സാധിക്കാനൊക്കെ പോകണമല്ലോ. അപ്പോഴും ഇയാളുടെ ദേഹത്ത് ചുതൽപ്പുറ്റ് കയറുമോ? ഒരു യുക്തിയുമില്ല അവിടെ. അപ്പോൾ പിന്നെ എന്താണ് ഈ ചുതൽപ്പുറ്റെന്ന് പറയുന്ന? അതൊരു സിമ്പലാണ്, അതൊരു പ്രതീകമാണ്. അജ്ഞാനത്തിൻ്റെ ജീവിതാവസ്ഥകൾക്ക് വേണ്ടി വരുന്ന മൂല്യസങ്കല്പങ്ങളെക്കുറിച്ചുള്ള അജ്ഞാനമാണ്, അജ്ഞാതത്വമാണ് അവിടെ ഈ ചുതൽപ്പുറ്റായി രൂപണം ചെയ്തിരിക്കുന്നത്. ആ ചുതൽപ്പുറ്റ് അവിടെ ഉടഞ്ഞു വീഴുകയാണ്. സപ്തർഷിമാരുടെ നിർദ്ദേശമനുസരിച്ച് ചെയ്ത ഈ പരിവർത്തനാത്മകമായ ഈ ജപധാരയിലൂടെ രൂപപ്പെട്ട ഒരു പരിവർത്തിത വ്യക്തിത്വത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നതിന് ഈ അജ്ഞാതത്വത്തിൻ്റെ ഈ ചുതൽപ്പുറ്റ് തട്ടിയുടയ്ക്കപ്പെടേണ്ടി വന്നു. അതാണ് അവിടെ സാധ്യമായത്. അങ്ങനെ തച്ചുടയ്ക്കപ്പെട്ട വാൽമീകത്തിൽ നിന്നാണ് അദ്ദേഹം ഉയർത്തെഴുന്നേറ്റത്. അതുകൊണ്ടാണ് അദ്ദേഹം വാൽമീകിയായത്. അജ്ഞാതത്വത്തിൻ്റെ ആയ ഇരുൾക്കാലം ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു. പകരം പ്രകാശത്തിൻ്റെ, കർമ്മണ്യതയുടെ, സദാചാരത്തിൻ്റെ, സദ്വികാരത്തിൻ്റെ, ആർദ്രതയുടെ, ജീവാനുകമ്പയുടെ ഒക്കെ അവസ്ഥയിലേക്ക് ആ വ്യക്തിത്വം പരിവർത്തനപ്പെടുകയാണ്. നിത്യദുരിതവും അധാർമികവുമായ ജീവിത പരിസ്ഥിതികളിൽ നിന്ന് സ്വസ്ഥതയുള്ള ഒരു ജീവിതത്തിൻ്റെ, ശാന്തിയുടെ, ശമാവസ്ഥയുടെ ഒരവസ്ഥയിലേക്ക് ആ വ്യക്തിത്വം ഉയർത്തപ്പെടുകയാണ് ചെയ്തത്. അത് സ്വാഭാവികമോ അസ്വാഭാവികമോ എന്ന് നമുക്ക് പറയാൻ അറിയില്ലെങ്കിലും സംഭവിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഒരു പരിവർത്തിത വ്യക്തിത്വത്തിൻ്റെ അവസ്ഥയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞത് രത്നാകരത്വത്തിൽ നിന്ന് വാൽമീകിത്വത്തിലേക്കുള്ള ഉയർച്ചയാണ് അദ്ദേഹത്തിന് സംഭവിച്ചത് എന്ന്. അല്പകാലസ്ഥിതമായ ഈ ജീവിതാവസ്ഥകളെ അന്വർത്ഥമാക്കുന്നതിന് വേണ്ടി, ആ ജന്മത്തെ പുണ്യപൂർണ്ണമാക്കുന്നതിന് വേണ്ടി തൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ അധാർമികവും അസദ്വാസന നിരതവുമായ ജീവിത പദ്ധതികളിൽ നിന്ന് അദ്ദേഹം സ്വയം വിമുക്തമായിക്കൊണ്ട് ജീവിതത്തിൻ്റെ സനാതനഭാവം എന്താണ്, സദാതനഭാവം എന്താണ് എന്ന് ആലോചിക്കുകയും പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് പിന്നെ അദ്ദേഹം ഒരു മുനിയായി മാറുകയും ഭരദ്വാജൻ മുതലുള്ള പല ശിഷ്യന്മാരുണ്ടാവുകയും ഒക്കെ ചെയ്തു. ഒരു ദിവസം വൈകുന്നേരം സന്ധ്യാവന്തരത്തിന് പ്രധാനമായിട്ടും 3 സന്ധ്യകളിൽ ഈ മഹർഷിമാർക്ക് ധ്യാനമുണ്ട്. പ്രഭാത സന്ധ്യ, മധ്യാഹ്ന സന്ധ്യ, പ്രദോഷ സന്ധ്യ. രാവിൽ നിന്ന് പകൽ മോചനം നേടുന്ന ആ അവസ്ഥയാണ് പ്രഭാത സന്ധ്യ. പകൽ മരിക്കുകയും രാത്രി ജീവിക്കുകയും ചെയ്യുന്ന സന്ദർഭമാണ് പ്രദോഷ സന്ധ്യ. പൂർവാഹ്നവും അപരാഹ്നവും തമ്മിൽ വേറിടുന്ന സന്ദർഭമാണ് മധ്യാഹ്ന സന്ധ്യ. അപ്പോൾ 1 പ്രഭാത സന്ധ്യ, 2 മധ്യാഹ്ന സന്ധ്യ, 3 പ്രദോഷ സന്ധ്യ. അതുകൊണ്ടാണ് അതിനെ ത്രിസന്ധ്യ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ത്രിസന്ധ്യയിലുള്ള വന്ദനത്തിനു വേണ്ടി അരികത്തുകൂടെ ഒഴുകിപ്പോയിക്കൊണ്ട് തമസ നദിയിലേക്ക് മെല്ലെ മെല്ലെ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയായിരുന്ന ഈ വാൽമീകി മാമുനി പ്രശാന്തസുന്ദരമായ വനതല പ്രകൃതിയിലേക്ക് അറിയാതെ ഒന്ന് കണ്ണോടിച്ചു. അപ്പോഴാണ് എന്താണ് അദ്ദേഹം കണ്ടത്? തെല്ലകലെ ഒരു വനവേടൻ കയ്യിൽ കുലച്ച വില്ലുമായി അങ്ങനെ നിൽക്കുന്നു. അയാളുടെ കയ്യിലെ അസ്ത്രം ദൂരെ എവിടെയോ ലക്ഷ്യം വച്ചിരിക്കുന്നു. ആ ലക്ഷ്യത്തിലേക്ക് വാൽമീകി ഒന്ന് നോക്കി. ഒരു മഹാവൃക്ഷത്തിൻ്റെ ഇലച്ചിലകൾക്ക് ഇടയിൽ 2 പക്ഷികൾ, ഒരു ആൺപക്ഷിയും ഒരു പെൺപക്ഷിയും, ചക്രവാകങ്ങൾ, യുവമിഥുനങ്ങൾ. അവർ അവിടെ സല്ലാപമധുരമായ രീതിയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതുവരെ ആഹാരം കിട്ടാതിരുന്ന ഈ വനവേടൻ ഈ പക്ഷിയുടെ നേർക്ക് അമ്പയക്കുകയാണ്. അപ്പോൾ മുനിയുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ ആ ബോധം ജീവകാരുണ്യത്തിൻ്റെതായിരുന്നു. ആദ്യം അല്പം ഉറക്ക ശബ്ദത്തിൽ തന്നെ വിളിച്ചു, മാ നിഷാദ പ്രതിഷ്ഠാം ത്വം അഗമ ശാശ്വതീ സമാഹ യത് ക്രൗഞ്ചമിഥുനാത് ഏകം അവധി കാമമോഹിതം എന്നൽപ്പം തെല്ലുറക്ക പറഞ്ഞു. പക്ഷെ വെറും ശാപോക്തികളായിരുന്നു അവയെങ്കിലും, ശാപവചനമായിരുന്നു അതെങ്കിലും, അത് സൃഷ്ടിച്ചെടുത്ത അനുസ്യൂതമായ ഒരു ശബ്ദതാളവും ഒരു ജീവിതാവേഗവും അതിൽ
ഉണ്ടായിരുന്നു. സമസ്തന്ത്രിയിലെ സമന്വിത എന്നാണ് വാൽമീകി അതേക്കുറിച്ച് പറയുന്നത്. വീണാക്കോണം പോലെ വീണയിലെ തന്ത്രികൾ ചലിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന മധുരമായ ശബ്ദവിന്യാസം പോലെ എന്തോ ഒന്ന്. അത് ശ്ലോകോഭവതെന്നോ അന്യഥ എന്നാണ്. ശ്ലോകമല്ലാതെ വേറൊന്നുമല്ലാതെ ശ്ലോകം എന്ന അവസ്ഥ ജനിക്കുകയാണ്. അപ്പൊ സാത്വികമായ മനോഭാവത്തിൽ നിന്ന് ജീവകാരുണ്യം ഉണ്ടാവുകയും ജീവകാരുണ്യത്തിൽ നിന്ന് താപമുണ്ടാവുകയും താപത്തിൽ നിന്ന് ശോകമുണ്ടാവുകയും ശോകത്തിൽ നിന്ന് ശാപമുണ്ടാവുകയും ശാപത്തിൽ നിന്ന് കവിത ഉണ്ടാവുകയും ചെയ്തു. ഇതാണ് രാമായണം. ഇത് തന്നെയാണ് രാമായണം. അപ്പൊ അങ്ങനെ മുനി അവിടെ വന്ന് പിന്തിരിഞ്ഞു. അരുതേ കാട്ടാളാന്ന് ഇപ്പം നിഷാദ എന്നാണ് അർത്ഥം. ധാരാളം അർത്ഥങ്ങൾ ആളുകൾ പറയുന്നുണ്ടെങ്കിലും നമുക്ക് പ്രകടമായ അർത്ഥം ഇതായതുകൊണ്ട് അത് മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. രാവണൻ എന്നർത്ഥമുണ്ട്. അത് വിഷ്ണു, ലക്ഷ്മി ദേവിയെ മടിയിൽ വെച്ചിരിക്കുന്ന വിഷ്ണുവാണത് നിഷാദ എന്ന് പറയുന്നതൊക്കെ വ്യാഖ്യാനങ്ങൾ വേറെ ഉണ്ട്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. അതിൻ്റെ പ്രകടമായ സുന്ദരമായ അർത്ഥം മാത്രമാണ് ഞാനിവിടെ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത്. നിഷാദ അരുതേ കാട്ടാള പ്രതിഷ്ഠാന്തം അഗമ ശാശ്വതീ സമാഹ. നിന്റെ രൂപം, നിന്റെ ഈ മൂർത്തി, നിന്റെ ശരീരം ശാശ്വതമായ അവസ്ഥയെ പ്രാപിക്കാതെ പോകട്ടെ. കാരണം എന്താ? യത് ക്രൗഞ്ചമിഥുനാത് ഏകം. യാതൊരു ക്രൗഞ്ചമിഥുനങ്ങളിൽ ഒന്നിനെയാണോ നീ കൊന്നത്? യത് ക്രൗഞ്ചമിഥുനാത് ഏകം അവധി കാമമോഹിതം. അത് വെറും പക്ഷികളായിരുന്നില്ല, കാമമോഹിതങ്ങളായിരുന്ന ക്രൗഞ്ച പക്ഷികളിൽ ഒന്നിനെ, ചക്രവാക പക്ഷികളിൽ ഒന്നിനെ, ഒരാൺപക്ഷിയെ നീ അമ്പെയ്ത് വീഴ്ത്തുകയാണ് ചെയ്തത്. നിന്നോടൊരു പാതകവും ചെയ്തിട്ടില്ല. അങ്ങനെ ഒന്നിനെ നീ അമ്പേറ്റ് തറയിൽ വീഴ്ത്തിയിരിക്കുകയാണ്. അത് മരിച്ചുപോയി. നിനക്കൊരിക്കലും മോക്ഷമുണ്ടാകാതെ പോകട്ടെ, നിനക്കൊരിക്കലും നന്മ ഉണ്ടാകാതെ പോകട്ടെ, നീ നശിച്ചു പോകട്ടെ എന്നർത്ഥം. ഇതാ ശാപം എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ഒരു വശം കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതിൻ്റെ വിമർശനമാണ്. അതെന്ന് പറയുന്നത്, ഏതൊരു വ്യക്തിക്കും വിശപ്പിന് ആഹാരം വേണം. വനവേടൻ്റെ ആഹാരം പക്ഷികളെയും മൃഗങ്ങളെയും കൊന്നു തിന്നുകയാണ്. അയാളെ അതേ ചെയ്തിട്ടുള്ളൂ. അയാളുടെ ധർമ്മം അതാണ്. ഉദരപൂർണമാണ് എല്ലാവരുടെയും ലക്ഷ്യം. ഒരു ചൺ വയറ് നിറയ്ക്കുക എന്നുള്ളത് എല്ലാവരുടെയും ആവശ്യമാണ്. അതേ അയാളവിടെ ചെയ്തിട്ടുള്ളൂ. അത് മാത്രമേ അയാളവിടെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അയാൾ കുറ്റവാളിയാണോ? അതൊരു വിമർശാത്മകമായ അവസ്ഥയാണ്. ഏതായാലും ഈ അവസ്ഥ കുറച്ച് കഴിഞ്ഞിട്ടാണ് ബ്രഹ്മദേവൻ അവിടെ എത്തി. സൃഷ്ടികാരകനായ ബ്രഹ്മാവ് അവിടെ എത്തുകയാണ്. എൻ്റെ ആശ്രമത്തിൽ ഇതാ ബ്രഹ്മാവ് വന്നിരിക്കുന്നു. അത്ഭുതപ്പെട്ടു പോയി വാൽമീകി. അദ്ദേഹത്തിന് വേണ്ട ഉപചാര കാര്യങ്ങളൊക്കെ ചെയ്തു, കുശലപ്രശ്നങ്ങളൊക്കെ നടത്തി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിന്റെ ഈ പദ്യം ശ്ലോകമാണ്, അതുകൊണ്ട് അങ്ങൊരു കാര്യം ചെയ്യണം, രാമകഥ പാടണം എന്നായി. അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയാണ്. അതിന് കാരണം കൂടിയുണ്ട്. വാൽമീകി ബാലകാണ്ഡത്തിൽ ചോദിക്കുന്നുണ്ട്, കോ അന്വസ്മിൻ സാമ്പ്രതം ലോകേ ഗുണവാൻ കഷ്ട വീര്യവാൻ ധർമ്മജ്ഞഷ്ട കൃതജ്ഞഷ്ട സത്യവാക്യോ ദൃഢവ്രത. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിക്കുക. ധർമാത്മാവായ കൃതകൃത്യനായിട്ട്, ദൃഢവിശ്വാസമുള്ളവനായിട്ട്, ആദർശശാലിയായിട്ട്, നല്ലവനായിട്ട് യഥാർത്ഥ മനുഷ്യൻ ആരുണ്ടെന്നാണ്. കോ അന്വസ്മിൻ സാമ്പ്രതം ലോകേ ഗുണവാൻ കഷ്ട വീര്യവാൻ ധർമ്മജ്ഞഷ്ട കൃതജ്ഞഷ്ട സത്യവാക്യോ ദൃഢവ്രത മഹർഷത്വം സമർത്ഥോസി ജ്ഞാതമേവം വിധം നരം എന്നാണ്. എന്നിട്ട് മനുഷ്യനെ കാട്ടിത്തരൂ എന്നാണ്. അപ്പോൾ അദ്ദേഹമാണ് മുനെ വക്ഷ്യാമ്യഹം ബുദ്ധി. നാരദനാണെന്ന് പറയുന്നു വാൽമീകി മഹർഷി. മറ്റ് അധ്യാത്മരാമായണത്തിലെ ബ്രഹ്മാവായിട്ടാണ് കണക്കാക്കുന്നത്. നാരദനാണ് യഥാർത്ഥത്തിൽ വാൽമീകി രാമായണത്തിൽ വരുന്നത്. നാരദനോടാണ് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് മഹർഷയത്വം സമർത്ഥോസി ജ്ഞാതുമേവം വിധം നരമെന്ന് മഹർഷേ എന്ന് പറയുന്നത്. അത് നാരദനാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നാരദൻ പറയുന്നതായിട്ടാണ് വാൽമീകി പറയുന്നത്. അതെങ്ങനെയാണ് പറയുന്നത്? മുനേ വക്ഷ്യാമ്യഹം ബുദ്ധ്വ തൈ ഉക്ത ശ്രേതാമര ഇക്ഷ്വാകു വംശപ്രഭവോ രാമോ നാമ ജനൈ ശ്രുതഃ. ഇക്ഷ്വാകു വംശത്തിൽ, സൂര്യവംശത്തിൽ രാമൻ എന്നു പേരായ ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹമാണ് യഥാർത്ഥ മനുഷ്യൻ. ദേവനെന്നല്ല ചോദിക്കുന്നത്, രാക്ഷസനെന്നല്ല ചോദിക്കുന്നത്, മനുഷ്യനെന്നാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എല്ലാ നന്മകളും പൂർണ്ണാർത്ഥത്തിലുള്ള ആളല്ല. ഒരുപാട് ദോഷങ്ങളുണ്ട് മനുഷ്യർക്ക്. ആ ദോഷങ്ങൾക്കിടയിലും നന്മയുടെ വെളിച്ചം തിരിച്ചറിയാൻ കഴിയുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ. അല്ല ദോഷങ്ങൾ ചെയ്യാത്തവനല്ല. അങ്ങനെ വെച്ചിട്ടാണ് ഈ രാമൻ എന്ന കഥാപാത്രത്തെ ആളുകൾ കുറ്റം പറയുന്നത്. രാമനെ ഒരു മനുഷ്യനായി അവതരിപ്പിച്ച വാൽമീകിക്ക് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല, ഒരു തെറ്റും പറ്റിയിട്ടില്ല. കാരണം മനുഷ്യനാണെങ്കിൽ തീർച്ചയായും ജന്മപരമായ ഒരു അപൂർണത്വമുണ്ട്.
ഈ പ്രപഞ്ചം തന്നെ അപൂർണമല്ലേ? സൂര്യനിൽ നിന്ന് അടർന്നു തെറിച്ച ഏതാനും കണങ്ങളാണ് ഭൂമി, ശുക്രൻ, ബുധൻ, ചൊവ്വ തുടങ്ങിയ ഗ്രഹങ്ങളായിട്ട് നാം അറിയുന്നത്. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, ശനി, വ്യാഴം, യുറാനസ്, നെപ്റ്റ്യൂൺ ഇങ്ങനെ പറഞ്ഞിട്ട് ഉള്ള ഗ്രഹങ്ങളെക്കുറിച്ച് പറയുന്നത് സൂര്യനിൽ നിന്ന് അടർന്നു തെറിച്ച കുറേ അംശമാണ്. അപ്പോൾ സൂര്യൻ എന്ന പൂർണ്ണാവസ്ഥയിൽ നിന്ന് അടർന്നു തെറിച്ച കഷണങ്ങളാണെങ്കിൽ ആ കഷണങ്ങൾ തീർച്ചയായും മൂലവസ്തുവിനെ അപേക്ഷിച്ച് അപൂർണങ്ങളല്ലേ? അപൂർണമായ വസ്തുവിൽ അപൂർണമല്ലാതെ പൂർണ്ണമായ ഒരു വസ്തു ഉണ്ടാവുമോ? ഓം പൂർണ്ണമത പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാതായ പൂർണ്ണമേവ അവശിഷ്യതേ എന്ന് പറയുന്നുള്ളൂ. പൂർണ്ണത്തിൽ നിന്ന് മാത്രമേ മറ്റൊരു പൂർണ്ണത്തെ സൃഷ്ടിക്കാൻ കഴിയൂ. അത് ലോജിക്ക് എന്താണ്? അതിൻ്റെ തർക്കം എന്താണ്? അപൂർണമായ ഒന്നിൽ നിന്ന് ഒരിക്കലും പൂർണ്ണമായ ഒന്നുണ്ടാവില്ല എന്നാണ്. പൂർണ്ണതയിൽ നിന്ന് മാത്രമേ മറ്റൊരു പൂർണ്ണതയെ സൃഷ്ടിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞാൽ അപൂർണതയിൽ നിന്ന് ഒരിക്കലും പൂർണ്ണത സൃഷ്ടിക്കാൻ കഴിയില്ല എന്നാണ് വ്യംഗ്യമായ അർത്ഥമുണ്ട്. ആ അപൂർണമായ അവസ്ഥയാണെങ്കിൽ അത് മനുഷ്യനും ബാധകമല്ലേ? ഈ ഭൂമി അപൂർണമായിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ ആ ഭൂമിയിൽ ഉണ്ടാകുന്നത് എന്തും അപൂർണമാണ്. ആ അപൂർണമാണെങ്കിൽ എല്ലാ വസ്തുക്കളും, എല്ലാ ജീവികളും, എല്ലാ ഭാവങ്ങളും, എല്ലാ വികാരങ്ങളും, എല്ലാ വിചാരങ്ങളും, എല്ലാ മനോഭാവങ്ങളും എല്ലാം അപൂർണങ്ങളാണെങ്കിൽ എന്തുകൊണ്ട് രാമൻ എന്ന കഥാപാത്രത്തിൻ്റെ അപാരമായ വ്യക്തിത്വത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് അപൂർണത്വം വന്നുകൂടായുണ്ടോ? അതുകൊണ്ട് തന്നെ രാമകഥാപാത്രം സൃഷ്ടിച്ച വാൽമീകിക്ക് അങ്ങനെ തെറ്റുമെന്ന് പറയും. ജ്ഞാതവം വിധം നരം എന്നാണ് പറയുന്നത്. ആ നരനെയാണ് അവതരിപ്പിച്ചത്. ആ നരസങ്കല്പത്തിൻ്റെ ശാശ്വതമായ ഭാവം രാമായണത്തിൽ നിരന്നു കിടക്കുകയാണ്. അതുകൊണ്ടാണ് രാമായണം രാമസ്യായനമെന്ന് രാമായണത്തെ പറഞ്ഞത്. രാമസ്യായനമാണ്, അതുപോലെ രാമായനവുമാണ്. സീതയുടെ കഥയല്ലത്, രാമായനമാണ്. അതായത് രാമന്റെ പത്നിയുടെ ആയനം കൂടിയാണ്. അങ്ങനെയാണ് സീതയ്ക്ക് പ്രാധാന്യം വരുന്നത്. യോഗമായ അവതാരമാണെന്ന് എഴുത്തച്ഛൻ പറയും, അല്ലെ അധ്യാത്മരാമായണകാരൻ പറയും. ചിതം ചെയ്യുകയാണ് സീത. ചിതം ചെയ്തപ്പോൾ ലഭിച്ചതാ. വാൽമീകിയുടെ ചിന്തയാകുന്ന നില മുഴുതുമറിച്ചപ്പോൾ ഇളകി വന്ന മാനുഷിക സങ്കല്പത്തിൽ നിന്നാണ് സ്ത്രീയായി സീതയെ അവതരിപ്പിക്കാൻ വാൽമീകിക്ക് കഴിഞ്ഞത്. അതുകൊണ്ടും കൂടിയാണ് വാൽമീകി രാമായണത്തിൽ കാവ്യം രാമായണം കൃത്സ്നം ശ്രീനായാശ്ചരിതം മഹത് എന്ന് പറയുന്നത്. അങ്ങനെ രാമകഥ അങ്ങനെ ഉണ്ടായി. പിന്നെ 44ഓളം രാമായണങ്ങൾ നമുക്ക് ഭാരതത്തിൽ തന്നെ എടുത്തു പറയാനായിട്ടുണ്ട്. രാമായണം അങ്ങനെ വിശദമായ ഒരു കഥാകാവ്യമായി ആദികാവ്യമായി സൃഷ്ടിക്കപ്പെടുകയും വാൽമീകി ആദികവിയായി അറിയപ്പെടുകയും ഇന്നും ആ നിലയിൽ നമ്മൾ അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തുകൊണ്ടാണ് രാമായണം നമ്മുടെ ഓഷ്ടാധരങ്ങൾക്കിടയിൽ ശബ്ദമധുരമയായി നിലനിൽക്കുന്നത്. താളവും ശ്രുതയും ഇടചേർന്ന ജീവിത സങ്കല്പത്തിൻ്റെ ആഖ്യാന ഗാനമായി രാമായണം നിലനിൽക്കുകയാണ്. ആ രാമകഥയെ മനുഷ്യനായി ഇടയ്ക്ക് ഒന്നോ രണ്ടോ ഇടത്ത് മാത്രം ദൈവികമായ ഭാവം ഉണ്ടെന്ന് സങ്കല്പിച്ചുകൊണ്ട് വാൽമീകി എഴുതി വച്ച 24,000 അനുഷ്ഠുപ ശ്ലോകങ്ങൾ അടങ്ങിയ വാൽമീകി രാമായണം. ആ വാൽമീകി രാമായണത്തിൽ നാം കാണുന്ന വിശ്വതമായ കഥാപാത്രമായ രാമൻ എന്ന സങ്കല്പത്തെ ഈശ്വരൻ്റെ അവതാരമായിട്ട്, അവതാരം എന്ന വാക്കിൻ്റെ അർത്ഥം താഴേക്ക് ഇറങ്ങി വരുന്നത് എന്നാണ്. അവതരിക്കുക, ഏറ്റവും ഉന്നതാവസ്ഥയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നതിനാണ് അവതാരം എന്ന് പറയുന്നത്. ദശാവതാരം അതുകൊണ്ടാണ് മത്സ്യപൂർവ്വ വരാഹശ്ച നരസിംഹ വാമന എന്ന് പറയുന്ന ദശാവതാരങ്ങളെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ അങ്ങനെ വരുന്നതാണ്. അവർ രാമൻ വിഷ്ണുവിൻ്റെ അവതാരമാണ് എന്ന് പറയുകയാണ്. അവതരിച്ച് താഴേക്ക് വന്നതാണ്. അപ്പോൾ താഴേക്ക് വന്ന ആളിന് ന്യൂനത കൂടുകയില്ലേ? തീർച്ചയായും മനുഷ്യനായി അവതരിച്ച രാമന് തീർച്ചയായിട്ടും ദൈവമാണെന്ന് പറയുമെങ്കിലും ഈശ്വരനാണെന്ന് പറയുമെങ്കിലും ആ നരത്വം ഉണ്ടായിരിക്കുന്നിടത്തോളം ആ നരൻ്റേതായ ബുദ്ധിമുട്ടുകൾ, പരിമിതികൾ, ന്യൂനതകൾ, വീഴ്ചകൾ, കോട്ടങ്ങൾ ഒക്കെ ഉണ്ടാവില്ലേ? അങ്ങനെയുള്ള രാമായണം ആണ് നമുക്ക് അധ്യാത്മരാമായണം എന്ന പേര് ലഭിച്ചത്. വ്യാസൻ തന്നെ എഴുതിയതാണ് അധ്യാത്മരാമായണം എന്നുള്ളതാണ് പ്രസിദ്ധി. പക്ഷേ ഇതൊരു നിർവിവാദമായ ഒരു അഭിപ്രായം ഉണ്ടായിട്ടില്ല. സംസ്കൃതത്തിലെ 4238 ശ്ലോകങ്ങളുള്ള അധ്യാത്മരാമായണം എന്ന് പറയുന്ന സംസ്കൃത കൃതി ആരാണ് എഴുതിയതിനെക്കുറിച്ച് പൂർണ്ണമായ ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. എങ്കിലും വ്യാസകൃതമാണ് ഈ അധ്യാത്മരാമായണം എന്ന് പറയുന്നുണ്ട്, പലയിടങ്ങളിലുമുണ്ട്. ആ അധ്യാത്മരാമായണം എന്ന് പറയുന്ന സംസ്കൃത കാവ്യത്തിൻ്റെ ഭാഷാപരമായ ഒരു വ്യാഖ്യാനവും ഒരാഖ്യാനവുമാണ് എഴുത്തച്ഛൻ നിർവഹിച്ചിട്ടുള്ളത്. അദ്ദേഹം കിളിയെക്കൊണ്ട് കഥ പറയിക്കുന്ന മട്ടിൽ എഴുതിയ കൃതിയാണ് അധ്യാത്മരാമായണം. കിളിപ്പാട്ട് ആത്മം എന്നാണ്. അധ്യാത്മം, ആത്മാവിനെ സംബന്ധിക്കുന്ന കാര്യമായുള്ളത്. ജീവാത്മാവും പരമാത്മാവും അടങ്ങുന്ന ഈ ചേതനയുടെ, ചൈതന്യത്തിൻ്റെ നിത്യഭാസുരമായ അവസ്ഥകൾ ഈ കഥാപാത്രമായ രാമനിലൂടെ അവതരിപ്പിച്ച് സമർപ്പിക്കുകയാണ് എഴുത്തച്ഛൻ ചെയ്തത്. അങ്ങനെ അതിമധുരമായ ഒരു ആഖ്യാന കാവ്യമായി രാമായണം, അധ്യാത്മരാമായണം, കിളിപ്പാട്ട് നമുക്കിടയിലുണ്ട്. അതേക്കുറിച്ച് നമുക്ക് അടുത്ത ദിവസം സംസാരിക്കാമെന്ന് തോന്നുന്നു. ഇന്നെല്ലാവർക്കും നമസ്കാരം പറയുകയാണ്.